ടു ഓൾ. ഇനി നമുക്ക് അടുത്തത് എക്സാമ്പിൾ 11 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റുഡൻസ്. അതായത് ഏജും പ്ലേയിങ് ഹാബിറ്റും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഏജ് തന്നിട്ടുണ്ട് 14.5 to 15.5. അതെത്രയാണ്? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 250 പേരുണ്ട്. ഇതിൽ റെഗുലർ ആയിട്ട് കളിക്കുന്നവർ 200 പേര്. അതുപോലെ 15.5 to 16.5 വന്നിട്ടുണ്ട്. അതിൽ 200 പേരാണുള്ളത്. ടോട്ടൽ സ്റ്റുഡൻസ് കളിക്കുന്നവരുടെ എണ്ണം 150. പിന്നെ അതുപോലെ 16.5 to 17.5 ഏജ് ഉള്ളവരിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 150, റെഗുലറായി കളിക്കുന്നവർ 90. 17.5 to 18.5 നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് 120, റെഗുലറായിട്ട് കളിക്കുന്നവർ 48. പിന്നെ 18.5 to 19.5 നമ്പർ ഓഫ് സ്റ്റുഡൻസ് 100, റെഗുലറായി കളിക്കുന്നവർ 30. 19.5 to 20.5 നമ്പർ ഓഫ് സ്റ്റുഡൻസ് 8, റെഗുലറായിട്ട് കളിക്കുന്നവർ 12. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏജും പ്ലേയിങ് ഹാബിറ്റും തമ്മിലുള്ള കോറിലേഷൻ ആണ്. നമുക്കറിയാം കോറിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലാണ് പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സിന്റെ വാല്യൂ അറിയണം, വൈയുടെ വാല്യൂ അറിയണം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഏജും പ്ലേയിങ് ഹാബിറ്റും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ എക്സിന് നമുക്ക് ഏജ് എന്നും പ്ലേയിങ് ഹാബിറ്റിന് വൈ എന്നും കൊടുക്കാം. ഇവിടെ നമുക്ക് ഏജ് തന്നിരിക്കുന്നത് ക്ലാസ് ഇന്റർവെൽ ആയിട്ടാണ്. ഇങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ മിഡിൽ വാല്യൂവിനെയാണ് ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് ഹിന്റിനകത്ത് തന്നിട്ടുണ്ട് നമ്മൾ എന്താണ് ഏജിന്റെ മിഡിൽ വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. അതുപോലെ പ്ലേയിങ് ഹാബിറ്റ് നമുക്ക് തന്നിട്ടില്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, റെഗുലർ പ്ലേയേഴ്സ് 200 തന്നിട്ടുണ്ട്. അപ്പൊ പ്ലേയിങ് ഹാബിറ്റ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? എത്ര പെർസെന്റേജ് ഇതിനകത്ത് റെഗുലർ ആയിട്ട് കളിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ എത്രയാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് 250, റെഗുലർ ആയി കളിക്കുന്നത് 200. അപ്പൊ എത്ര പെർസെന്റേജ് ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കുക? പ്ലേയിങ് ഹാബിറ്റ് ഇൻ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്പർ ഓഫ് പ്ലേയേഴ്സ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 100. അപ്പൊ നമ്പർ ഓഫ് പ്ലേയേഴ്സ് എത്രയാണ്? 200 ആദ്യത്തെ കേസിൽ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 250 ഇൻറ്റു 100 എത്രയാണ്? 80%. അപ്പൊ പ്ലെയിൻ ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് 80 എഴുതുക ആദ്യത്തേല്. രണ്ടാമത്തേല് എത്ര പേരാ ടോട്ടൽ? 200. കളിക്കുന്നവരുടെ എണ്ണം എത്രയാ? 150. നമ്മുടെ ഫോർമുല എന്താണ്? റെഗുലർ പ്ലേയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 100. റെഗുലർ പ്ലേയേഴ്സ് എത്രയാ? 150 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 എത്രയാണ്? 75. ഇനി പ്ലേയിങ് ഹാബിറ്റ് അടുത്തേലോ 150 പേരാണ് ആകെ ഉള്ളത്, റെഗുലർ പ്ലേയേഴ്സ് 90. അപ്പൊ 90 ബൈ 150 ഇൻറ്റു 100 എത്രയാണ്? 60. അതുപോലെ അടുത്തത് 48 ബൈ 120 ഇൻറ്റു 100 40. 30 ബൈ 100 ഇൻറ്റു 100 30. 12 ബൈ 80 ഇൻറ്റു 100 15. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏജും പ്ലെയിൻ ഹാബിറ്റും തമ്മിലുള്ള റിലേഷൻ ആണ്. ഏജ് എക്സും പ്ലെയിൻ ഹാബിറ്റ് വൈയും നമുക്ക് കൊടുക്കാം. ഏജ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഇന്റർവെൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് വി റിക്വയർ ദ വാല്യൂ ഓഫ് എക്സ്. സോ നമ്മളിത് എന്താണ്? മിഡിൽ വാല്യൂ ആണ് ഏജ് ആയിട്ട് എടുക്കുന്നത്. 14.5 പ്ലസ് 15.5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മിഡിൽ ഓഫ് ദ ക്ലാസ് കിട്ടും. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 അത് എത്ര വരിക? 15. ഇനി അടുത്തതോ 15.5 പ്ലസ് 16.5 ബൈ 2 ചെയ്താൽ ഈ ക്ലാസിന്റെ മിഡിൽ വാല്യൂ കിട്ടും. എത്രയാണ്? 16. ഇനി 16.5 പ്ലസ് 17.5 ചെയ്താൽ ഈ ക്ലാസിന്റെ വാല്യൂ കിട്ടും 17. 17.5 പ്ലസ് 18.5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ അതിന്റെ കിട്ടും 18. 18.5 പ്ലസ് 19.5 ബൈ 2 ചെയ്താൽ ഇതിന്റെ കിട്ടും എത്രയാണ്? 19. 19.5 പ്ലസ് 20.5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഇതിന്റെ കിട്ടും 20. അങ്ങനെ നമ്മൾ മിഡിൽ വാല്യൂ ഓഫ് ക്ലാസ്സിനെയാണ് നമ്മൾ എക്സ് എന്ന വാരിയബിൾ ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് പ്ലെയിൻ ഹാബിറ്റും തമ്മിലുള്ള കോറിലേഷനാണ് വേണ്ടത്. ഇവിടെ പ്ലെയിൻ ഹാബിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര പെർസെന്റേജ് ഓഫ് കുട്ടികൾ കളിക്കുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ദ പ്ലെയിൻ ഹാബിറ്റ്. അപ്പോൾ നമുക്കത് പ്ലെയിൻ ഹാബിറ്റ് കിട്ടാനുള്ള ഫോർമുല എന്താണ്? പെർസെന്റേജിൽ 200 നമ്പർ ഓഫ് റെഗുലർ പ്ലേയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 100. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് വൈയുടെ വാല്യൂ ഓരോന്നിന്റെയും കണ്ടുപിടിക്കുക. ഇനി നമ്മൾ നോർമലി എന്താണ്? ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാം. ഇതിനകത്ത് എന്താണ് നമ്മുടെ ഡീവിയേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എന്താണ്
എന്താണ് ഇതിന്റെ മീന് കണ്ടിട്ടുള്ള ഒരു അസ്യൂംഡ് മീനായിട്ട് 18 എടുത്തേക്കാണ് ഏകദേശം. ഇവിടെ പ്ലെയിൻ ഹാബിറ്റിനകത്ത് ഒരു അസ്യൂംഡ് മീനായിട്ട് 15 എടുത്തേക്കാണ്. നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ നേരിട്ടുള്ള ആ ഫോർമുലയിൽ സിഗ്മ n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡീവിയേഷൻ കണ്ടിട്ട് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഈ ക്വസ്റ്റിനകത്ത് അസ്യൂംഡ് മീനായിട്ട് ഏജില് എക്സില് 18 എന്നും വൈയില് 50 എന്നും അവർ എടുത്തേക്കാണ്. വെറുതെ ഒരു വാല്യൂ അസ്യൂംഡ് മീൻ. എന്നിട്ട് ഡി എക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എക്സ് മൈനസ് 18 നമ്മൾ അസ്യൂം മീനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 18 അല്ലാതെ ഏത് സംഖ്യ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ എക്സ് മൈനസ് 18 നിന്നുള്ള ഡീവിയേഷൻ 15 മൈനസ് 18 മൈനസ് 3, 16 മൈനസ് 18 മൈനസ് 2, 17 മൈനസ് 18 മൈനസ് 1, 18 മൈനസ് 18 0, 19 മൈനസ് 18 1, 20 മൈനസ് 18 2. ഇനി ഡി എക്സിന്റെ ടോട്ടൽ എത്രയാ? -3 പ്ലസ് -2 പ്ലസ് -1. അപ്പൊ എത്ര കിട്ടുക? 6 -6 പ്ലസ് 1 പ്ലസ് 2 3, അപ്പോൾ -3 ആണ്. ഇനി ഡി വൈ, ഇവിടെ വൈയുടെ അസ്യൂംഡ് മീനായിട്ട് 50 വെറുതെ എടുത്തേക്കാണ്. അപ്പൊ 50 നിന്നുള്ള ഡീവിയേഷൻ y മൈനസ് 50, 80 മൈനസ് 50 30, 75 മൈനസ് 50 25, 60 മൈനസ് 50 10, 40 മൈനസ് 50 മൈനസ് 10, 13 മൈനസ് 50 മൈനസ് 2, 50 മൈനസ് 50 മൈനസ് 35. അതിന്റെ ടോട്ടൽ ഇതിപ്പോൾ 0 കിട്ടി. കാരണം ഈ 50 ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ആവറേജ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടിട്ട് നമ്മുടെ ഷോർട്ടസ്റ്റ് ഫോർമുല ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഡി എക്സ് ഇൻറ്റു ഡി വൈ വേണം. അപ്പോൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ -3 ഇൻറ്റു 30 -90, -2 ഇൻറ്റു 25 -50, -1 ഇൻറ്റു 10 -10, 0 ഇൻറ്റു -10 0, 1 ഇൻറ്റു -20 20, 2 ഇൻറ്റു -35 4. അപ്പൊ ഇതിന്റെ ടോട്ടൽ എത്രയാണ്? -240. ഇനി ഡി എക്സ് സ്ക്വയർ വേണ്ട നമുക്ക്. ഡി എക്സ് സ്ക്വയർ എത്രയാണ്? 3യുടെ സ്ക്വയർ 9, 2യുടെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 0യുടെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, 2യുടെ സ്ക്വയർ 4. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഡി വൈ സ്ക്വയർ ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കുക. ഡി വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30ന്റെ സ്ക്വയർ 900, 25ന്റെ സ്ക്വയർ 625, 10ന്റെ സ്ക്വയർ 100, -10ന്റെ സ്ക്വയർ 100, -20യുടെ സ്ക്വയർ 200, -35യുടെ സ്ക്വയർ 1225, ടോട്ടല് 3350. ഇനി ജസ്റ്റ് നമ്മൾ കോറിലേഷന്റെ ഫോർമുല എന്താണ്? അസ്യൂംഡ് മീൻ എന്ന് ചെയ്യുമ്പോൾ n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ √n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു √n ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. ഇനി n എത്രയാണ്? എത്ര നമുക്ക് എണ്ണം തന്നിട്ടുണ്ട്? എണ്ണി നോക്കാം ജസ്റ്റ്. 1 2 3 4 5 6 എന്ന് പറയുന്നത് 6. അപ്പോൾ 6 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ, ഡി എക്സ് ഇൻറ്റു ഡി വൈയുടെ ടോട്ടൽ എത്രയാ? -240 മൈനസ് സിഗ്മ ഡി എക്സ് എത്രയാ? -3 ഇൻറ്റു സിഗ്മ ഡി വൈ എത്രയാണ്? 0. അപ്പോൾ അത് പോവും. ഡിവൈഡഡ് ബൈ √n എത്രയാ? 6 ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ, ഡി എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ എത്രയാണ്? 19 മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ, സിഗ്മ ഡി എക്സ് എത്രയാണ്? -3യുടെ ഹോൾ സ്ക്വയർ ഇൻറ്റു √n എത്രയാണ്? 6 ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ, സിഗ്മ ഡി വൈ സ്ക്വയർ എത്രയാണ്? 3350 മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ, സിഗ്മ ഡി വൈ എത്ര? 0ന്റെ സ്ക്വയർ. ഇനി ജസ്റ്റ് അത് സോൾവ് ചെയ്യാം. 6 ഇൻറ്റു -240 എത്രയാണ്? 1440, നെഗറ്റീവ് 1440. 3 ഇൻറ്റു 0 ആകുമ്പോൾ 0, -0. 6 ഇൻറ്റു 19 മൈനസ് -3യുടെ സ്ക്വയർ, 6 ഇൻറ്റു 90 എത്ര വരിക? 144, √144 മൈനസ് 3ന്റെ സ്ക്വയർ എത്രയാ? 9 ഇൻറ്റു 6 ഇൻറ്റു 3350 എത്രയാണ്? 2100 -0. ഇനി സോൾവ് ചെയ്യുമ്പോൾ -1440 ഡിവൈഡ് ബൈ √144 മൈനസ് 9 എത്രയാണ്? 10.25 ഇൻറ്റു √20100 എത്രയാണ്? 141.77. അപ്പൊ -1440 ഡിവൈഡ് ബൈ 10.2 ഇൻറ്റു 141.77 1453.14. അപ്പൊ -1440 ബൈ 1453.44 എത്രയാണ്? -0.99. ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ളൂ. ഇനി അടുത്തൊരു പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇതിനകത്ത് 6 സിറ്റിയുടെ
ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അതായത് NR ആണ്. നമ്മുടെ കാൽ പിയേഴ്സൺ കോഫിഷ്യന്റ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കോറിലേഷൻ ബിറ്റ്വീൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഡെത്ത് റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഡെൻസിറ്റിയും ഡെത്ത് റേറ്റും ഡയറക്ട്ലി തന്നിട്ടില്ല. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയയിലുള്ള പോപ്പുലേഷന്റെ അളവാണ് എന്ത്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലുള്ള പോപ്പുലേഷന്റെ അളവാണ്. അപ്പൊ ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റിയും ഡെത്ത് റേറ്റും തമ്മിലുള്ള കോറിലേഷൻ. ഡെത്ത് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഡെൻസിറ്റിയും ഡെത്ത് റേറ്റും ആ ഫോർമുല ഉപയോഗിച്ചിട്ട് എന്താണ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ആദ്യത്തെ ഡെൻസിറ്റി അപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 150. അങ്ങനെ ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ഡെൻസിറ്റി. അതുപോലെ 90 ഡിവൈഡ് ബൈ 150 അങ്ങനെ ഡെൻസിറ്റി കിട്ടും. ഡെത്ത് റേറ്റ് എങ്ങനെ കിട്ടുക? നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. അപ്പൊ എന്താണ്? 300 ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ 1000 തന്നിരിക്കുന്നത്. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 30 ഇത് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഡെത്ത് റേറ്റ്. അപ്പോൾ അങ്ങനെ ആ ഡെൻസിറ്റിയും ഡെത്ത് റേറ്റും ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കാൽ പിയേഴ്സൺ കോഷ്യന്റ് ഓഫ് കോറിലേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. എളുപ്പമാണ്. ആ കാൽക്കുലേറ്റ് ചെയ്യണ കാര്യം മാത്രമാണ് ഒരു വ്യത്യാസം. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഫിഷ്യന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും ഒരു ഭയങ്കര വലിയൊരു ഫോർമുലയാണ്. പിന്നെ എന്താണ് ഈ കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്യുവർ നമ്പർ ആണ്. അതൊരു യൂണിറ്റിലൊന്നല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. പിന്നെ എന്താണ്? ഇത് എപ്പോഴും -1നും +1നും ഇടയിലായിരിക്കും. പിന്നെ എന്താണ്? നമ്മുടെ ഇറ്റ് ഈസ് എന്താണ് നോട്ട് ചേഞ്ച് വിത്ത് ദ റെഫറൻസ് ടു ചേഞ്ച് ഇൻ ഒറിജിൻ ഓർ ചേഞ്ച് ഓഫ് സ്കെയിൽ. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യോ കുറയ്ക്കോ ചെയ്താലോ മൊത്തം വാല്യൂ ഓഫ് ഐറ്റത്തിൽ നിന്ന്, അതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്താലും എന്ത് ചെയ്യില്ല? നമ്മുടെ കോറിലേഷൻ കോഫിഷ്യന്റ് ചേഞ്ച് ചെയ്യില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ എന്താണ്? എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ തന്നെയായിരിക്കും വൈയും എക്സും തമ്മിലുള്ള കോറിലേഷൻ. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഡെൻസിറ്റിക്ക് എക്സും ഡെത്തിന് വൈയും കൊടുത്തു, എന്നിട്ട് ഫോർമുല ചെയ്തു. അപ്പൊ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും നമ്മളിപ്പോ വൈ എന്ന് പറയുന്നത് ഡെൻസിറ്റിയും എക്സ് എന്ന് പറയുന്നത് ഡെത്ത് റേറ്റ് കൊടുത്താലും കിട്ടുക. റെസിപ്രോക്കൽ ആണെങ്കിലും കോറിലേഷൻ സെയിം ആവും. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ആ ടെക്സ്റ്റിലുള്ള കാരണം പറഞ്ഞു. താങ്ക് യു.